പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ ധ്യാന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രക്ഷാകരമായ ഈ വിശുദ്ധ വലിയ നോമ്പിൻ്റെ 28-ാം ദിവസമായി ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. ആ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിപ്രകാരമാണ്: അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. അങ്ങനെയാണ് ആ തിരുവചനത്തിൽ നാം കാണുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദാവീദിന്റെ കൂടാരമെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. ദാവീദിന്റെ കൂടാരം എന്നത് ഒരു കെട്ടിടം അല്ലെങ്കിൽ അവന്റെ കൊട്ടാരം മാത്രമല്ല, അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. പ്രിയ ദൈവമക്കളെ, ദാവീദ് രാജാവിന്റെ കാലത്ത് ദൈവത്തെ ആരാധിക്കുന്നതും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതുമായിരുന്നു തൻ്റെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുതന്നെയായിരുന്നു ദാവീദ് രാജാവിൻ്റെയും ആഗ്രഹം. അതാണ് ദാവീദ് പറഞ്ഞത്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അങ്ങനെയാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്നാൽ ഒരു സമയത്ത് ആ കൂടാരം വീണുപോയി. പ്രിയ ദൈവമക്കളെ, ആരാധന നഷ്ടപ്പെട്ടു, ആത്മീയത ക്ഷയിച്ചു. അത് മനുഷ്യന്റെ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിലെ വീണുപോയ കൂടാരം. ഇന്ന് പലരുടെയും ജീവിതം വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ പോലെയാണ്. ഒരിക്കൽ വിശ്വാസം ശക്തമായിരുന്നു, ഒരിക്കൽ പ്രാർത്ഥനയിൽ ആനന്ദമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വിശ്വാസം ക്ഷയിച്ചു, പ്രാർത്ഥന മങ്ങിയിരിക്കുന്നു, ഹൃദയം തളർന്നിരിക്കുന്നു. പാപം, നിരാശ, വേദന ഇവയെല്ലാം നമ്മുടെ ആത്മീയ കൂടാരത്തെ തകർക്കുന്നു. പ്രിയ ദൈവമക്കളെ, മൂന്നാമതായി നമുക്ക് ചിന്തിക്കാം മനുഷ്യന്റെ തകർച്ച. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അങ്ങനെയാണ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം കാണുന്നത്. പ്രിയ ദൈവമക്കളെ, നാലാമതായി ദൈവത്തിന്റെ വാഗ്ദാനമാണ് അവിടെ കാണുന്നത്. എന്നാൽ ദൈവം ഒരു വലിയ വാഗ്ദാനം നൽകുന്നു: ഞാൻ വീണ്ടും പണിയും. ഇത് മനുഷ്യന്റെ വാഗ്ദാനമല്ല, ദൈവത്തിന്റെ വാക്കാണ്. നമ്മുടെ ജീവിതം തകർന്നാലും ദൈവത്തിന്റെ പദ്ധതി തകർന്നു പോകുകയില്ല. ദൈവം തകർന്ന ഹൃദയങ്ങളെ പുനർനിർമ്മിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം പറയുന്നു, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നു നീക്കി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. അഞ്ചാമതായി, ഈ വിശുദ്ധ വലിയ നോമ്പ് ഒരു ആത്മീയ യാത്രയാണ്. ഇതൊരു ഉപവാസത്തിന്റെയും ഭക്ഷണ നിയന്ത്രണത്തിന്റെയും കാലം മാത്രമല്ല, ഒരു പുനർനിർമ്മാണത്തിന്റെ കാലമാണ്. ഈ വിശുദ്ധ നോമ്പ് കാലം ദൈവം നമ്മുടെ ജീവിതത്തെ വീണ്ടും പണിയുവാൻ നമ്മെ വിളിക്കുന്നു. പ്രാർത്ഥനയിലൂടെ, പശ്ചാത്താപത്തിലൂടെ,
സ്നേഹപ്രവൃത്തികളിലൂടെ നമ്മുടെ ആത്മീയ കൂടാരം വീണ്ടും ഉയരുന്നു. ആറാമതായി, ദൈവം തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സങ്കീർത്തന പുസ്തകം 147 അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നത്. ദൈവം തകർന്ന ഹൃദയങ്ങളെ പുനർനിർമ്മിക്കുന്ന ദൈവമാണ്. ഏഴാമതായി, ദൈവത്തിൻ്റെ പുനർനിർമ്മാണം. ദൈവം നമ്മുടെ ജീവിതം പണിയുന്നത് 3 വഴികളിലൂടെയാണ്. ഒന്ന്, പശ്ചാത്താപമില്ലാത്ത ആത്മീയ ജീവിതം, പുനർനിർമ്മാണം അവിടെ ഒരിക്കലും നടക്കുകയില്ല. യേശു തമ്പുരാൻ പറഞ്ഞു, ഇത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു തുടങ്ങിയെന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി, പ്രാർത്ഥനയാണ് ആത്മാവിന്റെ ശ്വാസം. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മാവ് ശക്തമാകുന്നു. മൂന്നാമതായി, സ്നേഹം. ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അവസാനമായി, പ്രത്യാശയുടെ സന്ദേശമാണ്. ഇന്ന് നിങ്ങൾക്ക് തോന്നാം, എൻ്റെ ജീവിതം തകർന്നിരിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ വീണ്ടും പണിയും. ദൈവം പറഞ്ഞു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അങ്ങനെയാണ് ദൈവം അരുളി ചെയ്തത്. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ വലിയ നോമ്പിന്റെ ഈ 28-ാം ദിവസത്തിൽ ദൈവം നമ്മെ വിളിക്കുന്നു. നിന്റെ ജീവിതം എന്നെ കൊണ്ട് വീണ്ടും പണിയുവാൻ അനുവദിക്കൂ. ദൈവത്തിന് വാതിൽ തുറക്കൂ. അപ്പോൾ വീണുപോയ കൂടാരം വീണ്ടും ഉയരും. തകർന്ന ഹൃദയം വീണ്ടും സുഖപ്പെടും. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷിയാകും. നമുക്കിന്നേ ദിവസം അങ്ങനെ പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.